Hello friends. Today I am come with another model English question paper for 4th standard students. ഇന്നലെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ട്രൈ ചെയ്തു അല്ലേ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇംഗ്ലീഷിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. നമുക്കൊന്ന് നോക്കാം. എന്താണ് ആക്ടിവിറ്റി 1 റീഡിംഗ് കോംപ്രിഹെൻഷൻ. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. അപ്പോൾ താഴെ കാണുന്ന പാസേജ് വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പാസേജ് ഒന്ന് വായിച്ച് നോക്കാം. There was a tall and strong teak tree in a forest. ഒരു കാട്ടിൽ വലിയ ഒരു ശക്തനായ ഒരു തേക്ക് മരം ഉണ്ടായിരുന്നു. A small plant grew next to the tree. ആ മരത്തിൻ്റെ അടുത്ത് തേക്ക് ട്രീൻ്റെ അടുത്ത് ഒരു ചെറിയൊരു പ്ലാന്റും ഉണ്ടായിരുന്നു. അപ്പം വലിയ മരം എന്തോ ഒന്ന് പറയുന്നുണ്ട്. Look, I am very strong. No one can defeat me. നോക്കൂ, ഞാൻ വളരെ ശക്തനാണ്, എന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ സ്മോൾ പ്ലാന്റ് പറയാണ്, ഡിയർ ഫ്രണ്ട്, ടു മച്ച് പ്രൈഡ് ഈസ് ഹാംഫുൾ. ഈവൻ ദ സ്ട്രോങ് വൺ വിൽ ഫാൾ വൺ ഡേ. അപ്പോൾ ഏത് ശക്തനായ ഒരാളും ഒരു ദിവസം വീഴും. ഒരുപാട് അഭിമാനം കൊള്ളുന്നത് നല്ലതല്ല എന്ന് പറയാണ്. എന്നിട്ടോ വൺ ഡേ there was a storm in the forest. ഒരു ദിവസം കാട്ടിൽ വളരെ ശക്തമായിട്ടൊരു കാറ്റടിച്ചു. ദ സ്മോൾ പ്ലാന്റ് ബോവ്ഡ് ലോ. ചെറിയ ചെടി എന്ത് ചെയ്തു? ചെരിഞ്ഞു നിന്നു. ദ തേക്ക് ട്രീ ഡിഡ് നോട്ട് വാണ്ട് ടു ബോ. തേക്ക് ട്രീക്ക് അത് കഴിഞ്ഞില്ല. ദ സ്റ്റോം ബിക്കെയിം സ്ട്രോങ്ങർ ആൻഡ് ദ തേക്ക് ട്രീ ബിക്കെയിം വീക്കർ. അങ്ങനെ കാറ്റ് ശക്തമായപ്പോൾ തേക്ക് ട്രീ വീക്കാവാൻ തുടങ്ങി. അറ്റ് ലാസ്റ്റ് ദ തേക്ക് ട്രീ ഫെൽ ഡൗൺ. അവസാനം നമ്മുടെ തേക്ക് മരം എന്തായി? കടപുഴകി വീണു. ദിസ് വാസ് ദ എൻഡ് ഓഫ് ദ സ്ട്രോങ് teak tree. When the storm stopped, the small plant stood straight. അങ്ങനെ അവസാനം കാറ്റൊക്കെ പോയപ്പോൾ നമ്മുടെ സ്മോൾ പ്ലാന്റ് നേരെ നിന്നു. ഇനി ഇതിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കിക്കേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഐ ആം വെരി സ്ട്രോങ്. ഹൂ സെഡ് ദീസ്? നമ്മൾ ഈ പാസേജ് വായിച്ചപ്പോൾ നമുക്കറിയാം ഐ ആം വെരി സ്ട്രോങ് എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിച്ചത് ആരായിരുന്നു? യെസ്, ദ തേക്ക് ട്രീ. തേക്ക് ട്രീ ആണല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വേർ ഡിഡ് ദ സ്മോൾ പ്ലാന്റ് ഗ്രോ? എവിടെയാണ് സ്മോൾ പ്ലാന്റ് വളർന്നത്? ഈ പാസേജ് തന്നെ കൊടുത്തിട്ടുണ്ട്. എ സ്മോൾ പ്ലാന്റ് ഗ്രൂ നെക്സ്റ്റ് ടു ദ ട്രീ, നെക്സ്റ്റ് ടു ദി തേക്ക് ട്രീ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദ സ്മോൾ പ്ലാന്റ് ഡു അറ്റ് ദ ടൈം ഓഫ് ദി സ്റ്റോം? അപ്പോൾ സ്റ്റോം വന്നപ്പോൾ സ്മോൾ പ്ലാന്റ് എന്താണ് ചെയ്തത്? ദ സ്മോൾ പ്ലാന്റ് ബോവ്ഡ് ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻ ടു ദി തേക്ക് ട്രീ ഇൻ ദി എൻഡ്? അവസാനം നമ്മുടെ തേക്ക് ട്രീക്ക് എന്ത് സംഭവിച്ചു? യെസ്, ദ തേക്ക് ട്രീ ഫാൾ ഡൗൺ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എ സൂറ്റബിൾ ടൈറ്റിൽ ടു ദി സ്റ്റോറി. ഈ കഥക്ക് പറ്റിയ ഒരു ടൈറ്റിൽ കൊടുക്കാനാണ്. നമുക്ക് എന്ത് ടൈറ്റിലും കൊടുക്കാം അല്ലേ? തേക്ക് ട്രീന്നോ അല്ലെങ്കിൽ സ്മോൾ പ്ലാന്റെന്നോ ഒക്കെ കൊടുക്കാം. അപ്പോൾ നമുക്കൊരു യോജിച്ചൊരു ടൈറ്റിലൊന്ന് ആലോചിച്ച് നോക്കിക്കേ. പ്രൈഡ് ഈസ് ഹാംഫുൾ എന്ന് കൊടുത്തൂടെ? പ്രൈഡ് ഈസ് ഹാംഫുൾ. കൂടുതൽ അഭിമാനം കൊള്ളുന്നത് ആപത്താണ് എന്നുള്ളൊരു ടൈറ്റിൽ കൊടുക്കാം. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. അടുത്തതായിട്ട് ആക്ടിവിറ്റി 2ലേക്ക് പോകാം. തോട്ട്സ്. നമുക്ക് ചിത്രത്തിൽ ഒരു അമ്മ വിഷമിച്ച് നിൽക്കുന്നതായിട്ട് കാണാം. പിന്നെ ഒരു ഫെയർ ഗ്രൗണ്ടും കാണാം. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? റിയോ വെൻ ടു ദി ഫെയർ ഗ്രൗണ്ട് വിത്ത് ഹിസ് പാരൻസ്. റിയോ എന്ന കുട്ടി അവൻ്റെ പാരൻസിൻ്റെ കൂടെ ഒരു ഫെയർ ഗ്രൗണ്ടിലേക്ക് പോയി. ദേ സോ ദ ബലൂൺ മാൻ, ദ ടോയ് ഷോപ്പ് ആൻഡ് ദ ജെയിൻ വീൽ. അവരെന്തൊക്കെ കണ്ടു? ഒരു ബലൂൺ മാനിനെ കണ്ടു, പിന്നെ ടോയ് ഷോപ്പ് കണ്ടു, ജെയിൻ വീലും കണ്ടു. റിയോ വാസ് അട്രാക്റ്റഡ് ബൈ ദി ജെയിൻ വീൽ. റിയോ എന്തിൽ അട്രാക്റ്റഡായി? ജെയിൻ വീൽ കണ്ടപ്പോൾ അവന് ഭയങ്കര ആശ്ചര്യത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഹീ സ്റ്റുഡ് ദർ. അവൻ അവിടെ തന്നെ നിന്നു. ബട്ട് ഹിസ് പാരൻസ് മൂവ്ഡ് ഓൺ. പക്ഷേ അവൻ്റെ പാരൻസ് മുന്നോട്ട് പോയി. ആഫ്റ്റർ എ വൈൽ, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ റിയോസ് മദർ ടേൺഡ് ബാക്ക്. റിയോൻ്റെ അമ്മ തിരിഞ്ഞു നോക്കി. ഷീ വാസ് ഷോക്ക്ഡ്. അമ്മ ഞെട്ടിപ്പോയി. റിയോ, മൈ സൺ, വേർ ആർ യു? റിയോ, എൻ്റെ മോനെ, നീ എവിടെ? ഷീ ക്രൈഡ് അലൗഡ്. അതും പറഞ്ഞ് അമ്മ കരയാൻ തുടങ്ങി. അപ്പോൾ അമ്മയുടെ ചിന്തകളാണ് നമ്മളിവിടെ എഴുതേണ്ടത്. എന്തൊക്കെ എഴുതാം നമുക്ക്? ഓ മൈ സൺ, വേർ ആർ യു? ഹൗ ടു ഫൈൻഡ് ഹിം ഇൻ ദിസ് ക്രൗഡ്. ഞാൻ എങ്ങനെ അവനെ ഈ ജനത്തിൻ്റെ ഉള്ളിൽ നിന്ന് തിരയും? ഹി ഈസ് എ പുവർ ചൈൽഡ്. വിൽ എനി വൺ ട്രൈ ടു ക്യാച്ച് ഹിം? ഓ ഗോഡ്, പ്ലീസ് ഹെൽപ്പ് മീ ടു ഫൈൻഡ് മൈ സൺ. ഇതുപോലെ ചെറിയൊരു തോട്ട്സ് നമുക്കിതിൽ എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 3 എ കോൺവെർസേഷൻ.
Rio's mother was worried. Who will help me to get my son back? എൻ്റെ മകനെ കിട്ടാൻ ആരാ എന്നെ സഹായിക്കുക? Can the police help me? പോലീസ് എന്നെ ഹെൽപ്പ് ചെയ്യും. She rushed to a policeman at the fairground. What would be the conversation between Rio's mother and the policeman? അപ്പോൾ റിയോസ് മദറും പോലീസ്മാനും തമ്മിലുള്ള കോൺവെർസേഷനാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ ഒരു ഹിൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിയോസ് മദർ, സർ ഐ ലോസ്റ്റ് മൈ സൺ. പോലീസ്മാൻ എന്ത് പറയാം? ഓ ഗോഡ്, ബട്ട് ഹൗ? റിയോസ് മദർ, ഐ ലോസ്റ്റ് ഹിം ഫ്രം ദ ഫെയർ ഗ്രൗണ്ട്. എനിക്ക് അവനെ ഫെയർ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് നഷ്ടമായത്. പോലീസ്മാൻ, വാട്ട് ഈസ് ഹിസ് നെയിം ആൻഡ് ഏജ്? ഇപ്പോൾ മദർ പറയാണ് ഹിസ് നെയിം ഈസ് റിയോ, ഹി ഈസ് 9 years old. പോലീസ്മാൻ, ഡോണ്ട് വറി, വി ക്യാൻ ഫൈൻഡ് ഹിം ഫാസ്റ്റ്. അപ്പോൾ റിയോസ് മദർ, ഓക്കെ സർ. ഇത്രയും പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത ആക്ടിവിറ്റി നോക്കിക്കേ. ആക്ടിവിറ്റി 4 റിഡിൽ. ലുക്ക് അറ്റ് ദ റിഡിൽസ്. 1 ഈസ് ഡൺ ഫോർ യു. റൈറ്റ് യുവർ ആൻസേഴ്സ് ഇൻ ദി ബോക്സസ്. അപ്പോൾ ഒരു റിഡിലിൻ്റെ ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതിൻ്റെ ആൻസർ നമ്മൾ സ്വന്തം ചെയ്യാനാണ് പറയുന്നത്. ഒന്നാമത്തേത് നമുക്ക് നോക്കാം. ഐ ആം സ്വീറ്റ്, ഐ ആം ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ്, ഐ ആം റൗണ്ട് ഇൻ ഷേപ്പ്. അപ്പോൾ ഞാൻ ആരാണ്? ഇത് കൊടുത്തിട്ടുണ്ട് ലഡു. ഈ സെക്കൻഡ് നമുക്ക് വേണ്ടി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഐ ആം എ ഫ്രൂട്ട്, ഐ ആം സ്വീറ്റ്, ഐ ആം റെഡ് ഇൻ കളർ. ആരായിരിക്കും? യെസ്, ആപ്പിൾ ആവാം, അല്ലെങ്കിൽ ചെറി ആവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഐ ആം ആൻ ആനിമൽ, ഐ ക്യാൻ റോർ, ഐ ആം ദ കിങ് ഓഫ് ദി ഫോറസ്റ്റ്. നമുക്ക് കിട്ടിയില്ലേ? ലയൺ. കിങ് ഓഫ് ദി ഫോറസ്റ്റ് ആരാണ്? ലയൺ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഐ ആം എ ബേർഡ്, ഐ ആം ഗ്രീൻ ഇൻ. നമുക്ക് കിട്ടിയില്ലേ? ലയൺ. കിങ് ഓഫ് ദി ഫോറസ്റ്റ് ആരാണ്? ലയൺ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഐ ആം എ ബേർഡ്, ഐ ആം ഗ്രീൻ ഇൻ കളർ, ഐ ക്യാൻ ഇമിറ്റേറ്റ് ഹ്യൂമൻ ലാംഗ്വേജ്. അപ്പം നമ്മളെപ്പോലെ സംസാരിക്കാൻ കഴിയുന്ന പക്ഷി, പച്ച കളറുള്ള പക്ഷി ആരാണ്? യെസ്, പാരറ്റ്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, ഐ ആം എ വെഹിക്കിൾ ബട്ട് ഐ ഹാവ് നോ വീൽസ്, ഐ ട്രാവൽ ഓൺ വാട്ടർ. ഞാനൊരു വാഹനമാണ്, എനിക്ക് ചക്രങ്ങളില്ല, വെള്ളത്തിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത്. ആരാണ്? ബോട്ട്. ഇനി അടുത്തത്, ഐ ഹാവ് 4 legs ബട്ട് ഐ ക്യാനോട്ട് വാക്ക്, യു ക്യാൻ സിറ്റ് ഓൺ മീ. നമുക്കറിയാം നമ്മൾ ഇരിക്കുന്നത് എവിടെയാണ്? നമ്മൾ ഇരിക്കുന്നത് ചെയർ. ഇനി ആക്ടിവിറ്റി 5 പോസ്റ്റർ. ലുക്ക് അറ്റ് ദ പിക്ചർ ബിലോ. താഴെ കാണുന്ന ചിത്രം നോക്കിക്കേ. എന്താണ് മനസ്സിലാവുന്നത്? വെള്ളം വേസ്റ്റ് ചെയ്യുന്ന ഒരു ചിത്രമാണ് അല്ലേ? പ്രിപ്പയർ എ പോസ്റ്റർ ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് സേവിങ് വാട്ടർ. വെള്ളം സംരക്ഷിക്കേണ്ടതിനെ കുറിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഒരു മോഡൽ ഇവിടെ കൊടുക്കാം. ഇതുപോലൊരു പോസ്റ്ററാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സേവ് വാട്ടർ, സേവ് ലൈഫ്. അടുത്തത് ആക്ടിവിറ്റി 6 ഡിസ്ക്രിപ്ഷൻ. ലുക്ക് അറ്റ് പിക്ചർ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ചിത്രം നോക്കിയിട്ട് ഈ ചിത്രത്തിനെ കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കാനാണ് പറയുന്നത്. ഈ ചിത്രത്തിൽ നോക്കിക്കേ, എന്തൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്? ഒരു ഐസ്ക്രീം വണ്ടി കാണുന്നുണ്ട്, പിന്നെ കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട്, അതുപോലെ ഒരാൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഒരു മങ്കി ഉണ്ട് ഒരു മരത്തിൽ, പിന്നെ ഒരാൾ ചിത്രം വരയ്ക്കുന്നുണ്ട്. ഇതെല്ലാം വെച്ചിട്ട് നമുക്കൊരു വിവരണം തയ്യാറാക്കാം. എന്തൊക്കെ എഴുതാം? ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ. ഇൻ ദിസ് പിക്ചർ വി ക്യാൻ സീ ലോഡ്സ് ഓഫ് തിങ്സ്. ചിൽഡ്രൻസ് ആർ പ്ലേയിങ് in the park. There is a monkey on the tree. A man is drawing a picture. Another man is shooting video. There is a ice cream vehicle. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? അത് നിങ്ങൾക്കിതിലേക്ക് എഴുതാം. ഇതൊരു ജസ്റ്റ് മോഡൽ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി പരിശീലിക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കും നമുക്ക് ഇനിയുള്ള എക്സാമുകൾക്കും വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.